അങ്ങയുടെ കടയിൽ ഈ കുഴിമന്തി, അതുപോലെ അൽഫാം, പിന്നെ നമ്മുടെ ഷവർമ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ടേസ്റ്റ് കൂട്ടാനുള്ള കുറുക്ക് വഴികളൊക്കെ അവലംബിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം 1.5 മണി അനധികൃതമായി പിന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല. 1.5 മണിക്കൂറോളം നമ്മൾ കുക്ക് ചെയ്തിട്ട് എണ്ണയും കൊഴുപ്പും കൂടുതലാണോ അത്? അല്ല, ഒരിക്കലും അല്ല. 1.5 മണിക്കൂറോളം നമ്മൾ ഡീപ്പ് കുക്ക് ചെയ്തതിന് ശേഷമാണ് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ ബീഫ്, ഞാൻ ചോദിക്കുന്നത് മലയാളിക്ക് മന്തിയിൽ താല്പര്യം കൂടാൻ കാരണം അങ്ങയുടെ ഒരു അന്വേഷണ ഫലം എന്താണ്? തീർച്ചയായിട്ടും ഹെൽത്തി ഫുഡ് ആണെന്നുള്ള രീതിയിലാണ്. കാരണം 1.5 മണിക്കൂറോളം നമ്മൾ ഡീപ്പ് കുക്ക് ചെയ്തതിന് ശേഷം അതിനകത്തു നിന്നുള്ള പിന്നെ ചിക്കൻ, മട്ടൺ, ബീഫും ഒക്കെ അതിനകത്ത് കൊഴുപ്പുകൾ നമ്മുടെ പിന്നെ റൈസിൽ വീണതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുക. അപ്പൊ ആ ടേസ്റ്റ് ഉണ്ടാവും, ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. യങ്സ്റ്റേഴ്സിന് ഏറ്റവും താല്പര്യം തീർച്ചയായിട്ടും 12 മണി 1 മണി ആയാലും രാത്രി ആയാലും കടയിൽ ആളുണ്ട്, കഴിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അവിടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ജോലി സാധ്യതകൾ അതൊക്കെ വെച്ചിട്ട് രാത്രിയും വന്ന് കഴിക്കുന്നുണ്ട്. കാരണം സെക്കൻഡ് ഷിഫ്റ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അത് അത്രയും സമയം കുക്ക് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ ആ ഭക്ഷണം ടേസ്റ്റ് ആയിട്ട് അതിന്റെ സത്തോടുകൂടി കഴിക്കുന്നു.